എടാ മാളു ഇത്രയൊക്കെ പറഞ്ഞപ്പോ അവളുടെ മുഖത്ത് എന്തെങ്കിലും ഭാവ വ്യത്യാസം ഉണ്ടായിരുന്നോ? എന്ത് ഭാവ വ്യത്യാസം? സ്ഥിരം പല്ലവി തന്നെ. എന്നെ നോക്കി പേടിപ്പിച്ച് കണ്ണും തുറപ്പിച്ചും അവളുടെ പാട്ടിൽ പോയി. പിന്നെ എങ്ങനെ പിള്ളേര് സന്തോഷത്തോടെ ഇരിക്കും? ആദ്യം അവള് താഴത്തോട്ട് ഇറങ്ങി വരട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. അമ്മ വെറുതെ ചേട്ടന് വാശിയേറ്റി കൊടുക്കാൻ നിൽക്കല്ലേ? ഓ തുടങ്ങി ഏട്ടനെ വാശി കയറ്റില്ലെന്നും പറഞ്ഞു. ഏട്ടൻ എന്താ പറഞ്ഞത്? ആദ്യം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ? അത് വയ്യ. ഏട്ടനെല്ലാം കോംപ്രമൈസ് ചെയ്ത് നിൽക്കണം. അവരങ്ങനെ റാണി കളിച്ചങ്ങനെ നടക്കുകയും ചെയ്യും. ആദ്യം അമ്മ പറഞ്ഞ പോലെ അവര് താഴത്തേക്ക് വരട്ടെ, അല്ലാതെ ഏട്ടനെ അങ്ങോട്ട് പോകുന്നു വേണ്ട. അങ്ങനെ ഞാൻ പോവില്ല. വേണമെങ്കിൽ അവള് നിലത്തോട്ട് ഇറങ്ങി വരട്ടെ. എനിക്ക് ജയിക്കാൻ പറ്റിയ അവസരം ഓണല്ലോ. സ്വന്തം മോളുടെ ഭാവി വെച്ചിട്ടല്ല ജയവും തോൽവിയും നടത്തേണ്ടത്. ഒന്ന് പോയാടെ നെഗറ്റീവ് പറയാണ്ട്. നീ എന്നെ ഉപദേശിക്കണ നേരം കൊണ്ട് നീ പോയി നിന്റെ ഏട്ടത്തിനെ പോയി ഉപദേശിക്കും. നിങ്ങളുടെ കൂടെ സംസാരിക്കാമെന്നേ എന്നെ വേണം പറയാൻ. ജീവനെ എന്ത് പറയാനാണ്? എടാ നിന്റെ തീരുമാനം എന്താണ്? അതാണ് അമ്മയ്ക്ക് അറിയേണ്ടത്. അമ്മ, എനിക്ക് അന്നും ഒന്നും ഒരേ കാര്യം പറയാനുള്ളൂ. ഞാൻ പറയണ കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാനാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. അതിന് അവൾക്ക് സമ്മതമല്ലെങ്കിലോ? മോളൊന്ന് സംസാരിച്ചല്ലേ, ഞാൻ അവളായിട്ട് തീരുമാനം എടുക്കും. ശരി, നിന്റെ ഇഷ്ടം. അവിടെ നമ്മളുടെ വഴിക്ക് വരഞ്ചു. നമുക്ക് നോക്കേട്ടാ, ആദ്യം അവരവരുടെ തീരുമാനം പറയട്ടെ. ഇപ്പൊ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഏട്ടൻ പറഞ്ഞ പോലെ അവരെല്ലാം അനുസരിച്ച് ജീവിക്കുന്നത് കാണണോ, അത് രണ്ടും തമ്മിൽ അടിച്ചു പിരിയുന്നത് കാണണോ? എന്തൊക്കെ ചെയ്യാ? മാള് ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞതാ അച്ഛാ. കാര്യം എല്ലാ കാര്യത്തിനും അവൾ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ പറയുമെങ്കിലും ഇന്ന് അവൾ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ എൻ്റെ അങ്ങേരുടെ വഴക്ക് അവളെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് അച്ഛാ. അതിനൊരു പരിഹാരം കാണണം, കണ്ടേ പറ്റൂ. കാണണം മോളെ, കാണണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ ബലിയാടാവുന്ന അവരുടെ മക്കളായിരിക്കും. പിരിഞ്ഞു പോയാലും മക്കളായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നവരില്ലേ? എന്ന് വെച്ച് നിങ്ങൾ പിരിയണം എന്നല്ല അച്ഛൻ പറഞ്ഞത്. അച്ഛനും കൃത്യമായിട്ട് ഒരു തീരുമാനം പറയാൻ പറ്റുന്നില്ലല്ലേ അച്ഛാ? താഴെ എല്ലാവരും കൂടി ചർച്ചയാണ് എന്ത് ചെയ്യണമെന്ന്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ അവർ പറയാ നീ അത് ഏട്ടത്തി പോയി ഉപദേശിക്കാൻ. പ്രകാശോ, താഴെ എല്ലാവരും എന്താ പറയണേ? സ്ഥിരം പറയുന്നത് തന്നെ, ഏട്ടത്തി ഏട്ടൻ പറയുന്നതെല്ലാം കേട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ഇവിടെ ജീവിക്കാമെന്ന്. മാളുവിന്റെ പ്രശ്നം തീരും. നിന്റെ അമ്മയും ഏട്ടനും ഭാര്യയൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്ന പ്രകാശ? ഇപ്പൊ എവിടെയെങ്കിലും പറയണ്ടോ ഭാര്യയോ ഭർത്താവോ പറഞ്ഞ കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ അവള് പറയണതാ കേൾക്കുന്നത്. അല്ല അതൊക്കെ വിട്, ഏട്ടത്തിൻ്റെ തീരുമാനം എന്താ?